ഇപ്പോൾ തമാശയ്ക്കൊക്കെ എപ്പോഴും പറയാറുണ്ട് ED വരും സൂക്ഷിച്ചു എന്നുള്ളത്. ED വരും, എല്ലായിടത്തും ED വരും, എന്തെങ്കിലുമൊക്കെ സർക്കാരിനെതിരെയൊക്കെ പറഞ്ഞാൽ ED വരും, അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം എന്നൊക്കെ നമ്മളിപ്പോൾ തമാശയ്ക്ക് പോലും EDയെ പറ്റി പറയും. പക്ഷെ ഒന്ന് ചിന്തിക്കുക, കള്ളപ്പണ കേസിൽ ED 2 പതിറ്റാണ്ടിനിടയിൽ കണ്ടുകെട്ടിയത് 1.54 ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കളാണ്. 1.54 ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കളാണ് ED കണ്ടുകെട്ടിയത്. അപ്പോൾ ED അങ്ങനെ നിസാരക്കാരനാക്കിയൊന്നും തള്ളിക്കളയണ്ട. എത്രയോ കേസുകൾ കിടക്കുന്നു. ED എന്താണ് ഇതൊക്കെ കണ്ടെത്തിയത്? അല്ലെങ്കിൽ EDയും കൊണ്ട് ഒന്നും പറ്റില്ല. ഇപ്പോൾ ഒരു കോമാളിയായിട്ടൊക്കെ ചിലവർക്ക് EDയെ ചിത്രീകരിക്കാറുണ്ട്. ഇപ്പം നമുക്കറിയാം, പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഗോകുലം ഗോപാലനും മാസപ്പടി വിവാദ കേസിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല കേസുകൾ, പ്രത്യേകിച്ച് കേരളത്തിലാണ് ഈ ED എന്നുള്ള ഒരു വേർഡ് തന്നെ അങ്ങ് ഹിറ്റായി മാറിയത്. ട്രോളന്മാർക്കും അല്ലാത്തവർക്കും ഈ തമാശ അടിക്കുന്നവർക്കൊക്കെ ED ഇപ്പോൾ ഒരു ജോക്കറാണ്. പക്ഷെ അങ്ങനെ ജോക്കിംഗ് ആയിട്ടൊന്നും നിങ്ങൾ കാണണ്ട. ED വെറും ഒരു കോമാളിയായിട്ടും കാണണ്ട, നല്ല ഒരു പുലി തന്നെയാണ്. പുലിയല്ല, സിംഹം എന്നൊക്കെ തന്നെ പറയാം. അതുകൊണ്ടാണ് ഇത്രയും ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇപ്പോൾ ED കണ്ടുകെട്ടിയിരിക്കുന്നത്. രാജ്യത്തെ വിവിധ കോടതികളിലായിട്ട് 1739 കേസുകൾ, കുറ്റപത്രങ്ങളും ഇപ്പോൾ ED സമർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്തെ ED കേസുകളുടെ എണ്ണം കുത്തനെ ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ED വെറുതെ ഇരിക്കുമല്ല, അഴിമതിക്കാരെയും അതേപോലെ തന്നെ കള്ളപ്പണക്കാരുടെയും പുറകെ തന്നെയുണ്ട്. വെറുതെ ഇരിക്കുന്ന ഒരു വിഭാഗമല്ല, ഉദ്യോഗസ്ഥരല്ല EDയിലുള്ളത്. അവർ പുറകെ തന്നെ ചൂണ്ടി അത് വേണ്ടുന്നവരെ കണ്ടെത്തി അത് കുറ്റപത്രം സമർപ്പിക്കും. ബാക്കിയുള്ളതെല്ലാം കോടതിയിലാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം മാത്രം 30,000 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതായി EDയുടെ വാർഷിക അവലോകന യോഗത്തിലാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നത്. കണ്ടുകെട്ടലുകളിൽ വർഷത്തിനിടെ 141% വർധനവുണ്ടായി. അതേസമയം അറസ്റ്റുകളിൽ 21% കുറവും ഉണ്ടായിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല. പക്ഷേ 141% ആയിട്ട് ഈ കണ്ടുകെട്ടലുകൾ, അതായത് ഈ പറഞ്ഞ കള്ളപ്പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 2024-25 സാമ്പത്തിക വർഷം 30 കേസിലായി കണ്ടുകെട്ടിയ 15,261 കോടി രൂപയുടെ സ്വത്ത് ഇരകൾക്ക് തിരിച്ചു നൽകിയെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അന്വേഷണ ഏജൻസി എന്ന നിലയിൽ ED നിലവിൽ വന്നത് 1956 മെയ് 1 അന്വേഷണ ഏജൻസി എന്നുള്ള രീതിയിലാണ് ED സത്യം പറഞ്ഞാൽ നിലവിൽ വന്നത്. കാരണം ED എന്നുള്ളത് നമുക്ക് അറിയാം, കുറച്ച് വർഷങ്ങളായിട്ടുള്ള പരിചയം കേരളത്തിനുള്ളൂ. കാരണം ഒരു പക്ഷേ പിണറായി സർക്കാരിൻ്റെ കാലത്തൊക്കെയാണ് കുറച്ച് ED എന്താണെന്ന്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്താണെന്നൊക്കെയുള്ള രീതിയിൽ ഈ മലയാളികളൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങി. പക്ഷേ 1956 കാലഘട്ടം മുതൽ ഇത് നിലവിൽ വന്നു. ആദ്യകാലത്തൊക്കെ ഇത് വിദേശ നാണ്യ നിയന്ത്രണ ചട്ടത്തിൻ്റെ ഫെറ ലംഘനം മാത്രം അന്വേഷിക്കുന്ന ചുമതലയായിരുന്നു ഈ ഏജൻസിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഈ വിദേശ നാണ്യ വിനിമയ ചട്ടമായി ഫെമ എന്നുള്ളൊരു ഇതിലേക്ക് മാറുകയാണ്. എന്നാൽ 2022 കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം PMLA വന്നതോടെ EDയുടെ അധികാരങ്ങൾ കുറച്ചുകൂടി വിശാലമായി എന്ന് തന്നെ പറയാം. 2005 മുതൽ ഈ നിയമം നടപ്പാക്കി തുടങ്ങിയതോടെയാണ് ED കേസുകൾ കൂടാൻ തുടങ്ങിയത്. കള്ളപ്പണ ഇടപാടുകളിൽ തന്നെ ആദ്യഘട്ടത്തിൽ മയക്കുമരുന്നും ബന്ധമുള്ള കേസുകളായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിൽ തന്നെ 30 ലക്ഷം രൂപയെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലേ EDക്ക് കേസെടുക്കാൻ അനുവാദമുണ്ട്. അതായത് 30 ലക്ഷം രൂപയെങ്കിലും ഈ അത്തരത്തിലുള്ള കേസുകൾ, അതായത് ഈ കള്ളപ്പണ ഇടപാട് കേസുകൾ ഉണ്ടെങ്കിൽ മാത്രമേ EDക്ക് അതിൽ ഇടപെടാൻ പറ്റൂ എന്നുള്ള നിയമം വന്നിരുന്നു. ആദ്യമൊക്കെ ഈ കള്ളപ്പണ ഇടപാടുകളിൽ തന്നെ ആദ്യഘട്ടത്തിൽ മയക്കുമരുന്ന് ബന്ധമുള്ള കേസുകളിലായിരുന്നു രജിസ്റ്റർ ചെയ്യുന്നത്. ഏറെയും 30 ലക്ഷം രൂപയെങ്കിലും ഉള്ള കേസുകൾക്ക് മാത്രമേ EDക്ക് ഇടപെടാൻ പറ്റുമായിരുന്നുള്ളൂ. 2012 PMLA നിയമം ഭേദഗതി ചെയ്തതോടെയാണ് ഈ പരിധിയും എടുത്തു കളഞ്ഞത്. ഇക്കാരണത്താൽ 2014 മാർച്ച് വരെ 1883 കേസുകൾ മാത്രമായിരുന്നു രജിസ്റ്റർ ചെയ്തത്. പക്ഷേ 2014-24 കാലഘട്ടത്തിൽ ED കേസുകൾ കുത്തനെ ഉയരുകയാണ് ചെയ്തത്. ഇതിൽ 5113 കേസിലാണ് അന്വേഷണം നടന്നത്. EDക്ക് കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ കുറ്റപത്രം വേണമെന്ന നിബന്ധന ഒഴിവാക്കിയതും കേസുകൾ കൂടാൻ കാരണമായി. ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി FIR രജിസ്റ്റർ ചെയ്താൽ EDക്ക് കേസെടുക്കാമെന്ന ഒരു സ്ഥിതി വന്നു. ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി ഇത്തരത്തിലുള്ള FIR രജിസ്റ്റർ ചെയ്താൽ EDക്ക് സ്വയം കേസെടുക്കാൻ
എടുക്കാനും പറ്റും. അതുകൊണ്ടാണ് പല വമ്പന്മാരെ ഇത്തരത്തിൽ ഇ ഡി പൊക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു പക്ഷേ വിജിലൻസ് അന്വേഷണം, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ടാക്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ അടയ്ക്കാതിരുന്നാൽ ഇ ഡിക്ക് അത് സ്വമേധയാ അന്വേഷണം വിധേയമാക്കാം എന്നുള്ള തരത്തിൽ വന്നു. അതുകൊണ്ടാണ് ഇത്രയധികം കേസുകൾ കുത്തനെ ഉയരാൻ കാരണം. ഇതിലെ പല കേസുകളും കോടതി പരിഗണനയിലാണ്. കുറ്റപത്രങ്ങൾ 1739 കുറ്റപത്രങ്ങളാണ് ഇപ്പോൾ നിലവിൽ കിടക്കുന്നത്. അപ്പോൾ 1.54 ലക്ഷം കോടി രൂപയുടെ സ്വത്തുവകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കള്ളപ്പണങ്ങളൊക്കെ ഇ ഡി കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ കുറേയൊക്കെ തിരിച്ച് അതിൻ്റെ ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ളതെല്ലാം ഈ പറഞ്ഞതുപോലെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് വെറുതെ ഇ ഡി വന്നങ്ങ് ചാടിക്കയറുക. അവർക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടിയതിൻ്റെ പുറകെ മാത്രമേ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു കുറ്റപത്രമായാലും ഇ ഡി അന്വേഷണമായാലും ഈ കണ്ടുകെട്ടലൊക്കെ നടത്താൻ പറ്റത്തുള്ളൂ. അത് വെറുതെ ഒരു ഉദ്യോഗസ്ഥനൊന്നും വന്ന് കയറാൻ ഉള്ള ഒരു വെള്ളരിക്കപ്പെട്ടണമൊന്നും അല്ലല്ലോ. അപ്പോൾ ഇത്രയേറെ അഴിമതികളും കള്ളപ്പണവും ഒക്കെ നമ്മുടെ രാജ്യത്ത് ഒഴുകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണിപ്പോൾ ഇ ഡി പുറത്ത് വിടുന്നത്. അത്രയേറെ കള്ളപ്പണം വെളുപ്പിക്കും. നമുക്കറിയാം പണ്ട് മോദി സർക്കാർ ഉണ്ടായിരുന്ന 2000 രൂപയുടെ 500 രൂപ നോട്ട് നിരോധനമൊക്കെ വന്ന കാലഘട്ടത്തിൽ കുറേയൊക്കെ ഒരു കള്ളപ്പണത്തിൻ്റെ ഒഴുക്ക് തടയാൻ പറ്റി. പക്ഷേ ഇപ്പം നമുക്ക് ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് മാഫിയ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലാണ് ഏറ്റവും കൂടുതൽ ഈ തരത്തിലുള്ള കള്ളപ്പണങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ഉള്ള ബ്ലാക്ക് മണീസ് വൈറ്റ് ആക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഉപാധി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രോപ്പർട്ടി ഡീലിംഗ് ആണ്. പക്ഷേ ഇപ്പം അത് മാറ്റിയിരിക്കുകയാണ്. കാരണം എല്ലാം ബാങ്ക് ത്രൂ ഉള്ള ഡോക്യുമെൻറ്റ്സ് കാണിച്ചതിന് ശേഷം മാത്രമേ പ്രോപ്പർട്ടി ഡീലിംഗ് നടക്കൂ എന്നുള്ള നിലവിലുള്ള സാഹചര്യത്തിലെത്തി. ആ ഒരു ഡീലിങ്ങിൻ്റെ അനുസരിച്ചുള്ള തുകയ്ക്കനുസരിച്ചുള്ള ഡീൽ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ, ആ പ്രമാണത്തിൽ എഴുതാൻ പറ്റൂ എന്നുള്ള തരത്തിലുള്ള നിയമങ്ങളൊക്കെ നിലവിൽ വന്നപ്പോൾ ഒരു പരിധി വരെയൊക്കെ ഈ കള്ളപ്പണങ്ങൾ ഇല്ലാണ്ടാക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ പല രീതിയിൽ ഇപ്പം ഈ പറഞ്ഞതുപോലെ വസ്തുവകൾ മാത്രമുള്ള ഫ്ലാറ്റ് വാങ്ങലുകളിൽ, മറ്റുള്ള ചില ഗോൾഡ് ബിസിനസ്സിൽ, ഇങ്ങനെയൊക്കെയുള്ള പല ബിസിനസ്സുകളിൽ ഇത്തരത്തിലുള്ള കള്ളപ്പണങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു പരിധി വരെയൊക്കെ ഈ ഇ ഡി ഒക്കെ ഉള്ളത് കൊണ്ടാണ് തടയാൻ പറ്റുന്നത്. അപ്പം ചോദിക്കും, കള്ളപ്പണങ്ങൾ ഇങ്ങനെ തടയുന്നു അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് സാധാരണക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം. കാരണം നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മളുടെ ചില ലാഭങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ജീവിക്കേണ്ടുന്ന ചില സാഹചര്യങ്ങളാണ് ഇത്തരത്തിലുള്ള സ്മഗ്ലിങ് അല്ലെങ്കിൽ കള്ളപ്പണക്കാർ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അവർ ഈ ഒരു പണത്തിൻ്റെ ഒരു സർക്കുലേഷൻ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറക്കുമ്പോഴത്തേക്കും ആ ഒരു മണി എക്സ്ചേഞ്ച് ഈ ഒരു സമൂഹത്തിലേക്ക് ഇറക്കുമ്പോഴത്തേക്കും അതിൻ്റെ വലിയ ഒരു എഫക്റ്റ് സാധാരണ ജനങ്ങളും കൂടി പണപ്പെരുപ്പം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ഇത്തരത്തിലുള്ള ഏജൻസികൾ കുറച്ചുകൂടി ഊർജ്ജസ്വലരാവണം എന്നുള്ളത് രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും തന്നെ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ എല്ലാവരും കൂടി ഒത്തുചേർന്ന് തന്നെ ഇത്തരത്തിലുള്ള കള്ളപ്പണത്തിനെതിരെ തന്നെ നിൽക്കണം. അത്തരത്തിലുള്ള ഈ ഹവാല കേസൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ കുഴൽപ്പണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇനിയും ആൾക്കാരെ കണ്ടെത്തുക വേണം. അപ്പോൾ ഇ ഡി എപ്പോഴും നമുക്ക് ചുറ്റും തന്നെ ഉണ്ടായിരിക്കും. ഇങ്ങനെയൊന്നും ആരും ആവുകയാണെങ്കിൽ അതിൻ്റെ കൃത്യത വരുത്തി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വേണം സമ്പന്നരാവാൻ. പലപ്പോഴും ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പലരും ഒക്കെ ഇത്തരത്തിലുള്ള ഇവരെക്കാളും ബ്രില്യൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയൊക്കെ ഈ പണങ്ങൾ പൂഴ്ത്തി വെക്കാം, എങ്ങനെയൊക്കെ കാണിക്കാം എന്നൊക്കെ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഇൻകം ടാക്സിന് എങ്ങനെയൊക്കെ ഇത് ചെയ്യാം എന്നുള്ള തരത്തിലൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. പക്ഷേ ഇ ഡി അതുക്കും മേലെ ബുദ്ധിയുള്ളവരാണ് ഇതിലുള്ള ഉദ്യോഗസ്ഥർ. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണെങ്കിലും ഇത് കണ്ടെത്തും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിൽക്കുക. അല്ലെങ്കിൽ ഏത് സമയത്ത് ഇ ഡി നിങ്ങളുടെ അടുത്തേക്കും എത്തും. എന്തായാലും ഇത്രയും വലിയൊരു 1.54 ലക്ഷം കോടി രൂപയുടെയൊക്കെ കണ്ടുകെട്ടൽ എന്ന് പറയുമ്പോൾ വലിയൊരു എമൗണ്ട് തന്നെയാണ്. അപ്പോൾ ഇ ഡിയുടെ ജോലി തുടരുക തന്നെ ചെയ്യും. അത് പലർക്കും ഒരു തലവേദന തന്നെയായിരിക്കും, പലർക്കും ഒരു കുരിശ് തന്നെയായിരിക്കും. ട്രോളന്മാർക്ക് എന്നാൽ ഇതൊരു കോമഡി ആയിരിക്കും.